ഹലോ ഫ്രണ്ട്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PYQ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. ബീഹാറിൽ നടന്ന സത്യാഗ്രഹമാണിത്, ചമ്പാരൻ സത്യാഗ്രഹം. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ്. ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിലിൻ്റേതാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റേതും ഗ്രാമീണ ജീവിതം എന്നാണെങ്കിൽ അത് അമൃത ഷെർഗിലിൻ്റേതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണിത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? നിസ്സഹകരണ സമരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ ആർമി. അടുത്ത ക്വസ്റ്റ്യൻ, കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വ്യക്തി മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. ഏത് വർഷമാണ്? 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടന്നത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണിത്, കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 നടന്ന യുദ്ധമാണിത്, കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യമാണ് ജയിച്ചത്. ഈ കുളച്ചൽ യുദ്ധത്തിൽ ജയിച്ചത് ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ സൈന്യമായിരുന്നു. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ച് സൈന്യാധിപനാണ് ആര്? ക്യാപ്റ്റൻ ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം പരാജയപ്പെടുത്തിയ ഡച്ച് സൈന്യാധിപനായിരുന്നു ആര്? ക്യാപ്റ്റൻ ഡിലനോയി. പിന്നീട് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ഡിലനോയി. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? മലബാർ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയത് എവിടെയാണ്? മലബാറിലാണ്. അതുപോലെ തന്നെ പഴശ്ശി യുദ്ധങ്ങൾക്ക് കേന്ദ്രമായിരുന്ന മല ഏതാണ്? പഴശ്ശി യുദ്ധങ്ങൾക്ക് കേന്ദ്രമായിരുന്ന മലയാണ് കണ്ണൂർ ജില്ലയിലെ പുരളിമല. പഴശ്ശി യുദ്ധങ്ങൾക്ക് കേന്ദ്രമായിരുന്ന മലയാണേത്? കണ്ണൂർ ജില്ലയിലെ പുരളിമല. അടുത്ത ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജമാണ്. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമത്വ സമാജമാണ്. സമത്വ സമാജം സ്ഥാപിതമായ വർഷം 1836. സമത്വ സമാജം സ്ഥാപിതമായ വർഷം
1836. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ശ്രീരംഗപട്ടണം സന്ധിയാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ഏതാണ്? പാർലമെന്റാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ പാർലമെന്റാണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ 6 വർഷമാണ്. എന്നാൽ രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് 1946 ഡിസംബർ 6 രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്.